നമസ്കാരം. തന്നെയോ വി ഡി സതീശനോ അല്ല എ കെ ആൻ്റണിയാണ് മകൻ അനിൽ കെ ആൻ്റണി കാലഹരണപ്പെട്ട നേതാവ് എന്ന് വിശേഷിപ്പിച്ചതെന്ന് ഇപ്പോൾ കെ പി സി സിയുടെ ആക്ടിംഗ് പ്രസിഡന്റായിട്ടുള്ള എം ഹസൻ പറയുന്നു. എ കെ ആൻ്റണിയാണ് വാർത്താസമ്മേളനം നടത്തുന്നത്. ആ വാർത്താസമ്മേളനം നടത്തിയതിന് പിന്നാലെ അനിൽ കെ ആൻ്റണി എത്തുന്നു, പരാമർശം നടത്തുന്നു. എന്നാൽ എല്ലാവരും അംഗീകരിക്കുന്ന സംശുദ്ധ നേതാവും തങ്ങൾ ആദരവോടെ കാണുന്ന ആളുമാണ് എ കെ ആൻ്റണി എന്ന് ഹസൻ പറയുന്നു. 30 വെള്ളിക്കാശിന് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യഥാർത്ഥ അവതാരമാണ് അനിൽ കെ ആൻ്റണി എന്നും മാതാപിതാക്കളെ ദൈവമായി കണക്കാക്കുന്നവരാണ് നമ്മൾ എന്നും 4 വോട്ടിനു വേണ്ടി പിതൃത്വത്തെ പോലും തള്ളിപ്പറയുന്ന അനിൽ ആൻ്റണി പത്തനംതിട്ടയിൽ ജയിക്കില്ല എന്ന് ഉറപ്പാണെന്നും എം ഹസൻ പറയുന്നു. കെട്ടിവെച്ച കാശ് പോലും അദ്ദേഹത്തിന് കിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. രാജ്യവ്യാപകമായി വൻ സ്വീകാര്യത നേടിയ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയെ ജിന്നാ ലീഗിൻ്റെ മുദ്രയെന്ന് മോദി വിശേഷിപ്പിച്ചത്. പിണറായി വിജയനാകട്ടെ മോദിയേക്കാൾ 10 മടങ്ങ് വർഗീയത ചേർത്ത് പറഞ്ഞുകൊണ്ട് പ്രകടന പത്രികയെ എതിർക്കുകയും ചെയ്തു. കേരളത്തിലെ BJP 2 വിജയിക്കുമെന്നാണ് മോദി ആവർത്തിക്കുന്നത്. BJP CPM അന്തർധാര ഫലപ്രദമാകുമെന്നുള്ള പ്രതീക്ഷയാണ് അത്. സ്വന്തം പാർട്ടിയുടേതല്ലാത്ത 2 സ്ഥാനാർത്ഥികളെ ബലിയാടാക്കിയിട്ടാണെങ്കിലും മോദിയുടെ പ്രതീക്ഷ നിറവേറ്റാനായി പിണറായി വിജയൻ പരമാവധി ശ്രമിക്കുന്നതും ഇന്ത്യ സഖ്യത്തെ നഖശികാന്തം എതിർക്കുന്നതുമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് തെളിഞ്ഞു കാണുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എല്ലാ തരത്തിലുമുള്ള കരിനിയമങ്ങളും എടുത്തു കളയാൻ പോവുകയാണ്. BJP അധികാരത്തിൽ വരില്ല എന്നും അവർക്ക് 200 സീറ്റിൽ താഴെ മാത്രമാകും ലഭിക്കുക എന്നും RSSൻ്റെ സർവേയിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് ഹസൻ പറയുന്നു. അധികാരത്തിൽ വരില്ലെന്നറിഞ്ഞ മോദിയും BJPയും ഇപ്പോൾ കിതയ്ക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ കേരളത്തിലെ താരപ്രചാരകനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തിക്കുകയാണ് എന്നും ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയും BJPയും പറയുന്നതിനേക്കാൾ 10 മടങ്ങ് വർഗീയ പ്രചാരണമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും മോദിയുടെ പ്രീതി സമ്പാദിക്കുകയാണ് എന്നതാണ് ഇതിലൂടെ പിണറായി വിജയൻ ലക്ഷ്യമിടുന്നത് എന്നും ഹസൻ പറയുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം 6ാം തവണയും കേരളത്തിലെത്തുന്ന നരേന്ദ്രമോദി ഇവിടേക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും ഹസൻ ആരോപിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് നിലനിൽക്കുമ്പോൾ പോലും ഒരിക്കൽ പോലും മനസ്സിലാകാത്ത ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം കോൺഗ്രസിനുള്ളിൽ ഉണ്ടായത്? എങ്ങനെയാണ് അനിൽ ആൻ്റണി കോൺഗ്രസ് വിട്ട് BJPയുടെ പാളയത്തിലേക്ക് പോയത്? എത്രയോ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും പോകുന്നുണ്ട്, ഇനിയും പോകാൻ കാത്തിരിക്കുന്നത്. അധികാരത്തിലേക്ക് എത്തപ്പെടാൻ ഇനി ഒരിക്കലും കോൺഗ്രസിനാകില്ല എന്നുള്ള തിരിച്ചറിവാണ് പലരെയും കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് എത്തിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ LDFിൽ അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസ്സുകാരെ പോലെ തന്നെ BJPയിലേക്ക് എത്തുന്ന കാലവും വിദൂരമല്ല. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ BJPയുടെ സമ്പൂർണ്ണ ആധിപത്യത്തിന് വിധേയമാകുന്ന തരത്തിലേക്ക് കേരളം മാറും. കോൺഗ്രസും CPMും അടക്കമുള്ള പാർട്ടിയിലെ നേതാക്കൾ ഒന്നടങ്കം BJPയിലേക്ക് എത്തുന്ന കാലഘട്ടവും വിദൂരമല്ല.